വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ സയാറ്റിക് പെയിൻ മാറാൻ സഹായിക്കുന്ന ഏതാനും യോഗ എക്സസൈസുകളാണ്. അപ്പം സയാറ്റിക് നെർവിന് ഉണ്ടാവുന്ന വലിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു വേദനയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് ബാക്കിൽ ബട്ടക്സിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് കാലിൻ്റെ പിറകിലൂടെ താഴേക്ക് വലിഞ്ഞു മുറുകുന്ന പോലെ ഒരു പെയിൻ ഉണ്ടാവും. മിക്കവർക്കും ഉള്ളതാണ്. അത് നമ്മുടെ സയാറ്റിക് നെർവിന് ഉണ്ടാകുന്ന ആ പെയിനാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറാൻ സഹായിക്കുന്ന ഏതാണ് യോഗ എക്സസൈസുകളാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ കാല് നീട്ടിയിരിക്കുക. എന്നിട്ട് ഇതുപോലെ കാലൽപ്പം അകത്തി വെച്ച് കൈ പുറകെ കുത്തി ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ദെൻ കാല് ഇങ്ങനെ എടുത്ത് വെക്കുന്നു. നമ്മുടെ ഈ തൊടയുടെ ഭാഗത്തോട്ട് എടുത്ത് വെക്കുന്നു. ദെൻ ഇങ്ങനെ വയ്ക്കുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് സാവധാനം ചെയ്യണം. തുടക്കത്തിൽ ഇതിൽ ചിലർക്ക് പെയിൻ ഉണ്ടാവും. അതുകൊണ്ട് ഇത്ര ഒന്നും താഴാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്ന അത്രയും താഴ്ത്തുക. ഇങ്ങോട്ട് കൊണ്ടുവരിക. ദെൻ സാവധാനം ഈ കൈ ഈ ഭാഗത്തിൽ പിടിക്കുക. 1 2 3 4 5 ഇതുപോലെ മറ്റേ കാല് ചെയ്യുക. കാല് പാദം ഇങ്ങോട്ട് ചേർത്ത് വെക്കുക. കൈ കൊണ്ട് ഇവിടെ പിടിക്കുക. ദെൻ ഇങ്ങനെ ഉയർത്തുക, താഴ്ത്തുക. 2 3 4 5 ഇതുപോലെ മൂവ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് ഈ പാദം ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കുന്നു. 1 2 3 ബാക്കിലേക്ക് പാദം കൊണ്ടുവരുന്നു. 1 2 3 വീണ്ടും 1 2 3 1 2 3 ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ദെൻ ഒന്ന് റിലാക്സ് ചെയ്യുക. കൈ പുറകെ കുത്തി ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യുക. വീണ്ടും ഈ കാലിങ്ങോട്ട് മുട്ടുമടക്കി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ 1 2 3 4 5 സാവധാനം ചെയ്യുക. ഇങ്ങോരെ പിടിക്കാൻ പറ്റിയില്ല, ഇവിടെ വരെ പിടിക്കുക. വീണ്ടും 1 ശ്വാസം എടുത്ത് കൈ ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ബോഡി എപ്പോഴും കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ടും ബോഡി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ്ങുമാണ്. അത് ഓർക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ദെൻ രണ്ട് കാലുകളും ഇങ്ങനെ കൊണ്ടുവന്ന് പാദങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് വിരൽ കോർത്ത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഇരിക്കുന്നതിന് പതംഗാസനം, ബദ്ധകോണാസനം എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തവര് ഇതുപോലെ മൂവ് ചെയ്യിക്കുക. ഇതിനെ ബട്ടർഫ്ലൈ മൂവ്മെന്റ് എന്ന് പറയും. ബട്ടർഫ്ലൈ പോസ് അങ്ങനെ പറയും. അപ്പം ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ഇത്രേ കാല് വരുന്നുണ്ടെങ്കിൽ സാവധാനം ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. വൈഡായിട്ട് വരാൻ പറ്റുന്നവർക്ക് സ്ലോലി ഇങ്ങനെ മൂവ് ചെയ്യിച്ച് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക. ഇത് നമ്മുടെ ഹിപ്പ് ഏരിയയിലെല്ലാം നല്ലൊരു ഫ്ലെക്സിബിലിറ്റി വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ സയാറ്റിക് പെയിൻ മാറാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയൊക്കെ ഒരു പ്രിപ്പറേറ്ററി ആസനാസ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ നമുക്ക് കിടന്നിട്ട്
കിടക്കുക. മുട്ട് മടക്കി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ കാലെടുത്ത് മറ്റേ കാലിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് കൈ വിരലുകൾ കോർത്ത് ഇങ്ങനെ കോർത്ത് ഇവിടെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് നമ്മുടെ ദേഹത്തോട്ട് ഇതല്പം പ്രസ് ചെയ്ത് കൊണ്ടുവരിക. 1 2 3 4 5 ഇങ്ങനെ പിടിക്കുമ്പം നമുക്ക് ഈ ഭാഗത്ത് നല്ല വലിച്ചിലുണ്ടാവും. ഡെയിലി അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സയാറ്റിക് നെർവിൻ്റെ ആ പെയിൻ കുറയാൻ സഹായിക്കും. വീണ്ടും മറ്റേ കാല് ഇതുപോലെ ചെയ്യണം. വിരലുകൾ ഇതിൻ്റെ ഇടവഴിയിട്ട് കോർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ദേഹത്തോട്ട് ഈ കാല് വലിച്ച് അടുപ്പിക്കാൻ പറ്റുന്ന പോലെ. ഒത്തിരി അങ്ങനെ അടുപ്പിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പെയിൻ തോന്നും. അത്രയും വേണ്ട, അടുപ്പിക്കുക. 1 2 3 4 5 റിലീസ് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒന്ന് റിലാക്സ് ചെയ്യുക. അവർ ചെയ്യേണ്ടത് കാലുമേ കാല് കയറ്റി ഇങ്ങനെ വെക്കുക. നമ്മൾ കാലുമേ കാല് കയറ്റി വെച്ച് കസേരയിൽ ഇരിക്കുകയല്ലേ, അങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വിരൽ കോർത്ത് ദേഹത്തോട്ട് അടുപ്പിച്ച് പിടിക്കുക. നന്നായിട്ട് അടുപ്പിച്ച് പിടിക്കുക. 5 4 3 2 1 റിലീസ് ചെയ്യാം. അന്നേരം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല ഒരു സ്ട്രെച്ചിങ് അനുഭവപ്പെടും. ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. ദേഹത്തോട്ട് അടുപ്പിച്ച് പിടിക്കുക. 4 5 4 3 2 1 ഈ ഭാഗത്ത് ഉള്ള ആ സ്ട്രെച്ചിങ്ങിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോവുക. ഒക്കെ റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് എക്സസൈസ്. വീണ്ടും കാലുമുട്ട് മടക്കുക. എന്നിട്ട് സാവധാനം കാലിൻ്റെ പാദങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കാലകത്തുക. നന്നായിട്ട് അകത്ത് വയ്ക്കുക. സാവധാനം അടുപ്പിക്കുക. ഇത് സുമൈൻ ബട്ടർഫ്ലൈ പോസ് എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം ഇരുന്നുകൊണ്ട് ബട്ടർഫ്ലൈ പോസ് ചെയ്തില്ലേ, അത് ഇങ്ങനെ കിടന്നിട്ട് ചെയ്യുക. വീണ്ടും ക്ലോസ് ചെയ്തു. കാലുകൾ സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഏതാനും സെക്കൻഡ് ഇങ്ങനെ ഇരുന്നിട്ട് വീണ്ടും കാലടുപ്പിക്കുന്നു. അപ്പോഴൊക്കെ ഈ ഭാഗത്തുള്ള നമ്മുടെ ഹിപ്പ് ഏരിയയിലുള്ള ആ സ്ട്രെച്ചിങ്, പ്രഷർ, അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക. അടുപ്പിക്കുന്നു. റിലാക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്നിച്ച് തിരക്കിട്ട് ചെയ്യരുത്. യോഗ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ആസനാസം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിശ്രാന്തി ആസന അല്ലെങ്കിൽ ശവാസനത്തിൽ റെസ്റ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അടുത്തത് മുട്ടുകുത്തി നിൽക്കുക. മുട്ടുകുത്തി നിന്നിട്ട് ഒരു കാല് ഇങ്ങനെ വയ്ക്കുക. ഇത് തറയ്ക്ക് ലംബമായിട്ട് വയ്ക്കുക. ദെൻ ഈ ഒരു മൂവ്മെന്റ് ചെയ്യുക. 1 2 3 4 5 മറ്റേ കാലം മുട്ടുകുത്തുക. കാല് തറയ്ക്ക് ലംബമായിട്ട് വയ്ക്കുക. മുട്ട് താഴുക. 1 2 3 4
5. വെയിറ്റ് ഫുള്ള് ഈ കാലിലേക്കാണ് കൊടുക്കുന്നത്. ഒരുപാട് പെയിനുള്ള സമയത്ത് ചെയ്യരുത്. ബാക്കി കിടന്നിട്ടുള്ളതൊക്കെ ആ സമയത്താണെങ്കിലും ചെയ്യാം, സാവധാനം ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യുക. ദെൻ അടുത്തത് കിടക്കുക. കാല് ഒരു കാലിങ്ങനെ ഇടുക, മറ്റേ കാല് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. ഇങ്ങനെ കൊണ്ട് ഇവിടെ വയ്ക്കുക. വീണ്ടും 1 2 3 4 5. നിങ്ങൾക്ക് പറ്റുന്ന അത്ര ചെയ്യുക. ഞാൻ അടുത്ത കാല് വലത് കാലം പോലെ ചെരിച്ചിടുക. മറ്റേ കാല് ഒരു കൈ ഇവിടെ പിടിക്കുക, മറ്റേ കൈ നമ്മുടെ ആംഗിളിൻ്റെ ഇവിടെ പിടിക്കുക. പാദം കൊണ്ടുപോയി തറയിൽ ഉറപ്പിക്കണം. 1 2 3 4 5. യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റേലും ഇങ്ങനെ വിശ്രാന്തി ആസനം അല്ലെങ്കിൽ ശവാസനത്തിൽ കിടക്കണം. അപ്പോൾ നമ്മൾ ഓരോ ആസനാസം ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ ഭാഗത്തേക്കും, ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള ബ്ലഡ് സർക്കുലേഷൻ വ്യത്യാസമുണ്ട്. അപ്പം അതെല്ലാം ഏകീകരിച്ച് നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഒരു സന്തുലിതാവസ്ഥയിലെത്താനാണ്, എല്ലാം ഒന്ന് ഏകീകരിക്കാനാണ്, റിലാക്സ് ചെയ്ത് നമ്മളിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ